ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാദുസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള കയ്യോന്നി, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ബ്രിങ്കരാജ് എന്നാണ്. ആ കയ്യോന്നിയുടെ ഇല വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന എണ്ണയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. കറ്റാർവാഴയാണ് ഒരെണ്ണം, നമുക്ക് കറ്റാർവാഴ എടുക്കാം. എണ്ണ കാച്ചുന്നതിനായിട്ട് നമ്മൾ മെയിനായിട്ടും 5 ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ്ലി നമ്മൾ ഇതുപോലെ തുളസി എടുത്തിട്ടുണ്ട്. ഇത് കൃഷ്ണ തുളസിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി എടുക്കുമ്പോൾ 3 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം 7 എണ്ണം അങ്ങനെയാണ് കണക്ക് സാധാരണയായിട്ട് എടുക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ കയ്യോന്നി എന്ന് പറയുന്നത്. കേശകാന്തിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കയ്യോന്നി. കയ്യോന്നി സാധാരണ പാടത്തിൻ്റെ സൈഡുകളിലും വീടിൻ്റെ ഇപ്പോൾ ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്നതാണിത്. അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ കാച്ചി തലയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം തലമുടി കിളിർത്ത് വരുന്നതിനും അതുപോലെ മുടിക്ക് നീളം വയ്ക്കുന്നതിനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് മൈലാഞ്ചിപ്പൊടി ഉപയോഗിക്കാം. മൈലാഞ്ചി ആണെങ്കിലും അരച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മൈലാഞ്ചിപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഈർപ്പമില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക്, ഒട്ടും ഈർപ്പമില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതിട്ടിട്ട് ഓരോന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി മിക്സിന് ജാറിലേക്ക് ഇലയായതുകൊണ്ട് ഇപ്പോൾ എത്ര ഇട്ടാലും കുഴപ്പമില്ല. അതൊന്ന് ജസ്റ്റ് അരിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആകും. അത് നമുക്ക് അരിച്ചെടുത്തിട്ട് വരാം. ഇത് മൈലാഞ്ചിയുടെ ഇല പൊടിച്ചെടുത്തതാണ്. അത് സാധാരണ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മൈലാഞ്ചിയുടെ ചെടിയുണ്ട്, അല്ലെങ്കിൽ ഇത് അടുത്ത വീടുകളിലൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ മൈലാഞ്ചിയുടെ ഇല അരച്ചെടുത്താൽ മതി. നമ്മൾ മിക്സിയിൽ അരച്ചെടുത്താൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ മുടിക്ക് കറുപ്പ് നിറം വയ്ക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിയും മുടിക്ക് നല്ല കറുപ്പ് നൽകാനായിട്ട് നല്ലതാണ്. ഇപ്പോൾ ചെമ്പരത്തിയുടെ ഇല തന്നെ, ഇലയല്ല പൂവ് നല്ല ചുമന്ന കളറിലാണെങ്കിൽ തന്നെ നമ്മൾ കയ്യിലിട്ട് നന്നായി ഉരസി നോക്കുമ്പോൾ അത് കറുത്ത കളറായി വരും. ഇപ്പോൾ നമ്മളിവിടെ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഓരോ ട്രിപ്പായിട്ട് ഓരോ ഇലകളും അടിച്ചെടുക്കാം. നമ്മുടെ ചെമ്പരത്തി അടിച്ചെടുക്കണമെന്നില്ല. ശേഷം ചുവട് കട്ടിയുള്ള ഒരു പാത്രം, ഒരു ഉരുളിയാണെങ്കിൽ നല്ലതാണ്. ഉരുളി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കാം. അതിനുശേഷം നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ലൂസായിട്ട് വാങ്ങിച്ചതാണ്, ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്ററിലാണ് ഉണ്ടാക്കുന്നത്. 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ചട്ടി അധികം അല്ലെങ്കിൽ വെളിച്ചെണ്ണ അധികം ചൂടാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അരച്ചെടുത്ത മിശ്രിതം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ വല്ലാണ്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടും. ഇടുമ്പോൾ തന്നെ, കാരണം വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണല്ലോ നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത്. അതുകൊണ്ട് തന്നെ പൊട്ടി ഇങ്ങനെ ഇത് നമ്മുടെ മേത്തേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ കയ്യോന്നി മാത്രം ഉപയോഗിച്ചും ഇതുപോലെ എണ്ണ കാച്ചി എടുക്കാം. അതാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 1 ഗ്ലാസ് കയ്യോന്നിയാണ്. കയ്യോന്നി അരച്ചെടുത്തത് ആണ്. അങ്ങനെയാണ് അളവ് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പല ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ നമുക്ക് ഒരു കൈക്കണക്കുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. എല്ലാം ഓരോ അളവിലാണ് ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു അലോവേര എടുത്തിട്ടുണ്ട്. അപ്പോൾ അലോവേര ആണെങ്കിൽ തന്നെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. ഇപ്പോൾ എനിക്കൊരു പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് വലിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ടു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആയപ്പോൾ അത് അതിൻ്റെ ബബിൾസൊക്കെ പോയി തീരാനായിട്ട് കുറേ സമയം എടുത്തു. അപ്പോൾ അത് നമ്മളൊന്ന് കൂടുതലൊന്ന് നോക്കേണ്ട കാര്യമാണ്. അലോവേരയൊക്കെ അലോവേരയിൽ നല്ല വാട്ടർ കണ്ടൻറ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുക്കും അത് ശരിയായി വരാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കണ്ടോ, എണ്ണയൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ബബിൾസ് നിറയെ വന്നിട്ടുണ്ട്. ഈ ബബിൾസൊക്കെ വന്ന് ഈ ബബിൾസ് നമ്മുടെ എണ്ണയിലേക്ക് പിടിച്ച് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എണ്ണയിലേക്ക് പിടിച്ച് ബബിൾസൊക്കെ തീരും. പതഞ്ഞ് വരുന്നത് തീർന്ന് പതഞ്ഞ് വരാത്ത ആ ഒരു സമയത്താണ് നമ്മളിത് പാകമായി എന്നറിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അരച്ചിട്ടിട്ടുള്ള ഇതിനകത്ത് ഇട്ടിട്ടുള്ള വസ്തുക്കൾ മണലിൻ്റെ പോലെ ഇരിക്കും. മണൽത്തരി പോലത്തെ പാകമാകുമ്പോഴേ നമ്മളിത് റെഡി ആയിട്ടുണ്ട്, എണ്ണ കാച്ചി റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ അലോവേരയുടെ തൊലിയൊന്നും ഞാൻ കളയുന്നില്ല, ഇങ്ങനെയാണ് ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിലും കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇടുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ.
എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ പതിന് പൊങ്ങി കഴിയുമ്പോൾ സിമ്മിലേക്ക് ഇടാം. ചെറു തീയിൽ ഇതായി കിട്ടണം. വലിയ തീയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ ഇട്ടിട്ടുള്ള എല്ലാ ഐറ്റംസും കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ട് ഒരു അരമണിക്കൂറെങ്കിലും എടുത്തിട്ട് വേണം ഈ എണ്ണ കാച്ചിയെടുക്കാനായിട്ട്. മുടിക്ക് വളർച്ചയില്ലാത്തവർക്കും അതുപോലെ തലയിൽ താരനുള്ളവർക്കും അതുപോലെ മുടി കൊഴിഞ്ഞു പോകുന്നവർക്കും ഉത്തമമായിട്ടുള്ള കാര്യമാണ് കയ്യോന്നിയുടെ എണ്ണ നമ്മൾ തലയിൽ തേക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അകത്ത് ഫുഡായിട്ടും നമ്മൾ നല്ല ഫുഡ് കഴിക്കണം. അതായത് നല്ല ഹെൽത്തി ഉള്ള ഒരു ബോഡിയിൽ മാത്രമാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ നല്ല ഫുഡുകൾ കഴിക്കുക എന്നുള്ളത് ഫസ്റ്റായിട്ടുള്ള കാര്യമാണ്. അതിന് ശേഷം മാത്രം നമ്മൾ തലയിൽ പെരുത്തുന്ന എണ്ണയ്ക്ക് ഒരു കാര്യമുള്ളൂ. അത് സെക്കൻഡ് ഇത് മാത്രമാണ് എണ്ണയ്ക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ നല്ല ഫുഡ് കഴിക്കുക. നമ്മൾ അധികം പ്രോട്ടീൻസും അതുപോലെ എല്ലാം വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ കയ്യൊന്നിയും കൂടിയും ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു കയ്യൊന്നി ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ തലയിൽ മുടിയൊക്കെ പുതുതായിട്ട് കിളർത്ത് വരും. എൻ്റെ അനുഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കയ്യൊന്നിക്ക് തണുപ്പ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രാത്രി തലയിലിട്ടിട്ട് രാവിലെ കഴുകി കളയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജലദോഷം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ അതുകൊണ്ട് പകൽ സമയങ്ങളിൽ ഉപയോഗിച്ച് കുളിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാനൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് തലയിൽ നന്നായി മസാജ് ചെയ്യും. കയ്യൊന്നി എണ്ണ ഇട്ടിട്ട് നന്നായി മസാജ് ചെയ്യും. അതിനുശേഷം കുളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ എള്ളെണ്ണയിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. എള്ളെണ്ണയാണെങ്കിലും പ്രശ്നമില്ല. ഇത് എണ്ണ കാച്ചി എടുക്കാനായിട്ട് വെളിച്ചെണ്ണയിലും നമുക്ക് ഉപയോഗിക്കാം. ഈ കയ്യൊന്നീനെ പല സ്ഥലങ്ങളിലും പല പേരുകളിൽ ആണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ കന്നുണ്ണി എന്ന് പറയും, അതുപോലെ കയ്യന്യ എന്ന് നമുക്ക് പറയും. അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണ കാച്ചുന്നതിൻ്റെ സ്മെല്ല് കൂട്ടാനായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓപ്ഷനിലാണ്. ഞാൻ കണ്ടപ്പോൾ കറിവേപ്പില ശരിക്കും നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നല്ല എണ്ണയ്ക്ക് നല്ല സ്മെല്ലും കിട്ടും. അതുകൊണ്ടാണ് കറിവേപ്പില ഇട്ടത്. ഇനി ബബിൾസ് തീരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ കളറൊക്കെ മാറി, എണ്ണയുടെ കളറൊക്കെ മാറി ഒരു ഗ്രീനിഷ് കളറിലേക്ക് പോയിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ കളറായാണ് എനിക്ക് കിട്ടാറ് കേട്ടോ. ബ്രൗൺ കളറിലേക്ക് ആകും ഇത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും. ഇപ്പം നമ്മുടെ എണ്ണയിലെ ബബിൾസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കറ്റാർ വാഴ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ വലുതാക്കി ഇട്ടത് കൊണ്ട് തന്നെ അതിനകത്തുള്ള വെള്ളത്തിൻ്റെ എക്സ്ട്രാക്റ്റ് വരാനായിട്ടാണ് വായിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കി അറിയാം, ഈ ബബിൾസ് ഒക്കെ വരുന്നത് കറ്റാർ വാഴയിൽ നിന്നാണ്. ബാക്കിയുള്ളതെല്ലാം ശരിയായിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിനും കൂടി വെയിറ്റ് ചെയ്താൽ മതി. അതിനകത്തുള്ള ഫുൾ നമ്മുടെ എണ്ണയിലേക്ക് വലിച്ചെടുത്ത് എക്സ്ട്രാക്റ്റ് ഒക്കെ വലിച്ചെടുക്കാനുള്ള സമയം കൂടി നമുക്കിനി കൊടുക്കണം. നേരത്തെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് നമുക്ക് ശരിയാവായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബബിൾസൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. നമ്മുടെ ഒരു അരമണിക്കൂറാണ് എടുത്തത് കേട്ടോ ഇതൊന്ന് ശരിയായി കിട്ടാനായിട്ട്. അരമണിക്കൂറിന് ശേഷം ബബിൾസൊക്കെ തീർന്ന് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അതിൻ്റെ അടിയിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ അരച്ചിട്ടിരുന്ന എല്ലാ ഐറ്റംസും ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് കോരി എടുത്തിട്ട് കിഴി കെട്ടിയിട്ട് ഇടാണ് ചെയ്യുന്നത് സാധാരണ. അതിൻ്റെ അടിയിൽ കൂടെ ഇതിനകത്തുള്ള എണ്ണയൊക്കെ താഴത്തേക്ക് ഇറങ്ങി പോന്നോളും. ഈ എണ്ണ പെട്ടെന്നൊന്നും കേടാവില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു 1/2 ലിറ്റർ എണ്ണ കൊണ്ട് എനിക്കൊരു 3-4 മാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്നൊന്നും ചീത്തയാവോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ചില്ല് കുപ്പിയിലാണ് കേട്ടോ ഇതെടുത്ത് വയ്ക്കാറ്. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളൊന്നും ഉപയോഗിക്കാറില്ല. ചില്ലിൻ്റെ കുപ്പിയായിരിക്കും ഈ എണ്ണകളൊക്കെ സൂക്ഷിക്കാനൊക്കെ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് വേറൊരു കുപ്പിയിലേക്ക് പകർത്തിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ ആവശ്യം പോലെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്തൊന്ന് പ്രോത്സാഹിപ്പിക്കാം.
അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.